ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയുടെ 35 വീക്കിലെ അപ്ഡേറ്റ് ആണ്. അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് 35 ആഴ്ചയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ കുഞ്ഞിന് ഏകദേശം ഈ സമയത്ത് കുഞ്ഞിന്റെ ഹൈറ്റ് ഏകദേശം ഒരു 44 സെന്റിമീറ്റർ മുതൽ ഒരു 46 സെന്റിമീറ്റർ വരെയായിരിക്കും കുഞ്ഞിന്റെ ഹൈറ്റ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം ഒരു 2.2 kg മുതൽ 2.4 kg വരെയായിരിക്കും കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂവ്മെന്റ്സിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. പലർക്കും പല പോലെ ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആവില്ല. നമുക്ക് മനസ്സിലാവും നമ്മുടെ കുഞ്ഞ് കൂടുതൽ ശക്തി ബലം വെച്ച് വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. കുഞ്ഞിന് കൂടുതൽ ആരോഗ്യം വെച്ച് വരുന്നുണ്ട് മനസ്സിലാവും. കാരണം കുഞ്ഞിന്റെ ഓരോ മൂവ്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ട് കുഞ്ഞ് എങ്ങോട്ടാണ് തിരിയുന്നത്, കുഞ്ഞിന്റെ കൈ എവിടെയാണ്, കുഞ്ഞിന്റെ കാല് എവിടെയാണ്, കുഞ്ഞിപ്പോ എന്താ ചെയ്യുന്നത്, എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ സമയം മുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഈ ആഴ്ചയിലെ കാര്യങ്ങൾ. പിന്നെ കുഞ്ഞിപ്പോ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിന്റെ ഫാറ്റ് ഡെപ്പോസിറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലുകളുടെ ബലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ. അപ്പൊ ഇനി നമുക്ക് അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്ന് നോക്കാം. അമ്മയ്ക്ക് ഈ സമയത്ത് 35 വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോ ഡെലിവറി ആവാറായി, ഡെലിവറി അടുക്കാറായി എന്നുള്ള തോന്നൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കിങ്ങനെ ഇപ്പൊ ഞാൻ ഡെലിവറി ആവും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിരിക്കും, നാളെ ആയിരിക്കും, അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെലിവറി നടക്കാം. അപ്പൊ ഇനി ഈ സമയം മുതൽ എപ്പോൾ ഡെലിവറി നടന്നാലും നമ്മുടെ കുഞ്ഞിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുഞ്ഞിനെ കിട്ടും. കുഞ്ഞിപ്പോ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടായിരിക്കും, 2-3 ആഴ്ചയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ അമ്മയ്ക്ക് ഈ സമയത്ത് വയറ് വലുതാവുന്നുണ്ടായിരിക്കും, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ബ്ലഡിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ബ്ലഡിന്റെ അളവ് കൂടുന്ന സമയമാണിത്. അതുകൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ നമ്മുടെ സാധാരണ നോർമൽ പ്രഷറിനേക്കാളും നിങ്ങൾക്ക് എത്രയാണ് പ്രഷർ അതിനേക്കാളും കുറച്ചുകൂടെ പ്രഷർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കൂടുതലായിട്ട് നടക്കുന്ന സമയമാണിത്. മെറ്റബോളിസം കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഇപ്പൊ കൂടുതലായിരിക്കും, നമുക്ക് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും, നമ്മൾ എപ്പോഴും വേർക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് അമ്മയുടെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് സ്ഥിരമുള്ള എന്താ പറയാ, കുറച്ച് നാൾ 2-3 ആഴ്ച മുന്നുള്ള നടുവേദന, പുറം വേദന, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഉറങ്ങുമ്പോഴൊക്കെ പില്ലോസ് ഒക്കെ വെച്ച് ഇടതുവശമൊക്കെ ചെരിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് അതുപോലെ കിടക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ആഴ്ച അങ്ങോട്ട് നമുക്ക് ചില അമ്മമാർക്ക് വെജൈനൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരു തരം ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണിത്, അതിന് വെജൈനൽ ത്രഷ് എന്നാണ് പറയാ. അപ്പൊ ഇത് വരാനായിട്ട് കാരണം നമ്മുടെ ഹോർമോൺസിന്റെ വ്യത്യാസം കാരണം കൊണ്ട് തന്നെയാണ്. അപ്പൊ ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ, അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജൈനൽ ഡിസ്ചാർജ്, വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കും ചിലർക്ക്. അപ്പൊ സാധാരണ വെള്ളപ്പൊക്കം ഒരു വൈറ്റ് നിറത്തില് അധികം കട്ടിയില്ലാതെ നോർമൽ ഒരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് ഇൻഫെക്ഷൻ ആണെങ്കിൽ നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഭയങ്കര വൈറ്റ് കളറിലായിരിക്കും, ചെറുതായിട്ടൊരു സ്മെല്ല് ഉണ്ടായിരിക്കും, ചിലപ്പോൾ വെജൈനയുടെ ഏരിയയിൽ നമുക്കൊരു പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഡോക്ടറെ കാണാം. അതുപോലെ തന്നെ മെഡിസിൻ ഡോക്ടർ തന്നത് കഴിച്ച ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ ഇൻഫെക്ഷൻ ഒക്കെ മാറും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് 35 വീക്കിലെ അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.